നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല. അരിമ്പൂരിൽ ദമ്പതികൾക്ക് രോഗബാധ. അമ്പല്ലൂർ ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവർട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞു. പ്രദേശം വെള്ളക്കെട്ട് ഭീഷണിയിൽ. എരുമപ്പെട്ടിയിൽ കാർ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. ഒപ്പം സഞ്ചരിച്ചിരുന്ന ഭാര്യയ്ക്ക് പരിക്ക്. തൃക്കൂർ പഞ്ചായത്ത് പ്ലാവിൻകുന്ന് കനാൽ ബണ്ട് റോഡ് തകർന്ന് ചെളിക്കുളമായി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ 18-ാം വാർഡായ കൈപ്പിള്ളിയിൽ താമസിക്കുന്ന ദമ്പതികൾക്കാണ് രോഗം ബാധിച്ചത്. രോഗലക്ഷണങ്ങളുമായി ഇവർ അരിമ്പൂർ PHCയിൽ ചികിത്സ തേടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇനി സ്പോർട്ട് റിപ്പോർട്ട്. അമ്പല്ലൂർ ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവർട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ആസൂത്രണവും നിർവഹണവുമില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശത്തെ വെള്ളക്കെട്ടിലാക്കുമെന്ന് വ്യാപാരികൾ. ദേശീയപാത അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിലവിൽ തന്നെ വെള്ളക്കെട്ട് കൊണ്ട് പൊറുതിമുട്ടുന്ന അമ്പല്ലൂർ ജംഗ്ഷനും പ്രളയബാധിത പ്രദേശമായ നെന്മണിക്കരയും വെള്ളപ്പൊക്ക ഭീഷണിയിലാകും. കാരണം അടിപ്പാതയ്ക്ക് വടക്ക് പാലത്തിന്മേലും തൊട്ട് കിഴക്കും പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഡ്രൈനേജുകൾ തുറന്നു വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് നെന്മണിക്കര ഗ്രാമത്തിലേക്കാണ്. അമ്പല്ലൂർ പാടം മണ്ണിട്ട് നികത്തിയ ഇപ്പോഴത്തെ ജോർജ് ടൗണിൽ വെള്ളം ഒഴുകാനും അധിക ജലം ഉൾക്കൊള്ളാനും നിലനിർത്തിയിരുന്ന തോടുകൾ നികത്തിയ നിലയിലാണ്. ഇവിടെ നിന്നും ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൽവർട്ടിൽ അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും സമീപത്തെ കൂറ്റൻ ഫ്ലക്സ് ബോർഡിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച നിലയിലാണ്. ഇത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നതിന് കാരണമാകുന്നുണ്ട്. ഇവിടെ 10 അടിയോളം വീതിയുള്ള കൽവർട്ട് മറുഭാഗത്ത് നെന്മണിക്കര പഞ്ചായത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ വീതി 2 അടിയായി കുറയുകയാണ്. ദേശീയപാതയിൽ നിലവിലുള്ള 4 കൽവർട്ടുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. പല ഭാഗങ്ങളിലും തോട് ചുരുങ്ങിയും തീരെ ഇല്ലാതായും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളം മുഴുവൻ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കയറുന്ന സ്ഥിതിയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി പറഞ്ഞു. അമ്പല്ലൂർ മേഖലയിലെ വ്യാപാരികൾക്കും കുടുംബങ്ങൾക്കും എല്ലാ വർഷവും ദുരിതങ്ങൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മിതിയായി പോയി നമ്മുടെ ഈ കൽവെട്ട്. സുഗമമായി വെള്ളം ഒഴുകി പോകുന്നതിനാണ് കൽവെട്ട് നിർമ്മിക്കുന്നത്. പക്ഷേ ഇതൊരു തടയണ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ സുഗമമായിട്ട് ഒഴുകി വരുന്ന വെള്ളം, അതിൽ വരുന്ന മാലിന്യങ്ങൾ ഇതിൽ വന്ന് തടയും. ആ തടഞ്ഞ് പിന്നെ ഒരു തടയണ പോലെ. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ഒരു നിർമ്മിതിയുടെ പ്രശ്നമാണ്. പണ്ട് ഇതിൻ്റെ ഇരട്ടി വലിപ്പമുണ്ടായിരുന്നത് ഈ കൽവെട്ട്. പുതിയതായിട്ട് പുതുക്കി പണിതപ്പോൾ, അടിപ്പാത ഇതായിട്ട് ബന്ധപ്പെട്ട് പുതുക്കി പണിതപ്പോൾ ആ സാധനം പകുതിയായിട്ട് കുറച്ചു. മാത്രമല്ല ഈ അടിപ്പാത പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു 2 അടി വീതിയായിട്ട് കുറഞ്ഞു. ചുരുക്കി പറഞ്ഞൊരു തുരങ്കത്തിൽ കൂടെ കടന്നു പോകുന്ന പോലെയാണ് ഇപ്പോൾ വെള്ളം കടന്നു പോകുന്നത്. ഇവിടെ എല്ലാ വർഷവും വെള്ളക്കെട്ടുണ്ടാവും. വെള്ളക്കെട്ടുണ്ടായി ആദ്യം ഇവിടെ വെള്ളക്കെട്ടുണ്ടാവും. ആ വെള്ളക്കെട്ടിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുൻപിൽ, അതുപോലെ ഈ പിന്നിൽ കാണുന്ന ഈ കുടുംബങ്ങളിലൊക്കെ വെള്ളം കയറും. അങ്ങനെ എല്ലാ വർഷവും ഈ കുടുംബങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഗതികേടാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ ഒരു കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ഈ തുടർച്ചയായിട്ട് എല്ലാ വർഷവും വെള്ളക്കെട്ട് വരുന്ന കാരണമുണ്ട് ആ സ്ഥാപനങ്ങൾ അവിടെ നിർത്തിപ്പോയി. 2 പേരും ഇവിടെ നിന്ന് മാറിപ്പോയി. അങ്ങനെ ഈ വ്യാപാരികൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഉണ്ടായത്. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ അടിപ്പാത നിർമ്മിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിയും നെന്മണിക്കര, അളഗപ്പനഗർ, പുതുക്കാട് പഞ്ചായത്തുകളും ചെയ്യേണ്ട ആസൂത്രണങ്ങൾ സംബന്ധിച്ച് യോഗങ്ങൾ ചേരുകയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതുമാണ്. എന്നാൽ തുടർ നടപടികളിൽ ആലോചന പോലും ഉണ്ടായില്ലെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ പറയുന്നത്. ഇവിടുത്തെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതി കൊടുക്കുകയും എല്ലാ വർഷവും നമ്മളിതിൻ്റെ പിന്നാലെ നിന്നിട്ടാണ് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാറ്. ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കൽവെട്ട് പണിത് കഴിഞ്ഞപ്പോൾ അതിലത്തെ കുറേ വേസ്റ്റ് കോൺക്രീറ്റും ഇവിടെ കൺസ്ട്രക്ഷൻ്റെ പൈപ്പുകളും കമ്പികളൊക്കെ അവിടെ ഡമ്പായി കിടക്കുന്നുണ്ട്.
അതിൻ്റെ പുറമെയാണ് ഈ ഫ്ലക്സ്, ഈ വലിയ ഹോർഡിങ്ങിലത്തെ ഫ്ലക്സ് മുഴുവൻ കീറി അതിലൊന്ന് അടഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ സാധനം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ എല്ലാവർക്കും വലിയ രീതിയിൽ പകർച്ചവ്യാധികൾ വ്യാപനം ഉണ്ടാവുമെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ട് നടപടിയെടുക്കണം. ഹൈവേയുടെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കലുങ്ക് നിർമ്മിച്ചത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിർമ്മാണ സാമഗ്രികളൊന്നും ഇതേവരെ മാറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലെക്സ് അതേപോലെ തന്നെ വേറെ വേസ്റ്റ് സാധനങ്ങളെല്ലാം അടിഞ്ഞുകൂടി വെള്ളക്കെട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിന് എത്രയും വേഗം പഞ്ചായത്ത് അധികൃതരായാലും NHM ചേർന്ന് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും. ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തുന്നവർക്കും മാലിന്യവും കൊതുകും നിറഞ്ഞ പ്രദേശത്തെ വെള്ളക്കെട്ട് ഭീഷണിയാണ്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലേക്ക് തുറന്നുവെച്ച ഡ്രൈനേജുകൾ ചിലയിടങ്ങളിൽ അടച്ചതായും കാണാം. ഞങ്ങളിൽ ഇപ്പോൾ 2-3 വർഷമായിട്ട് കടയിൽ വെള്ളം കയറുന്നുണ്ട്. വെള്ളം കയറുന്നുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള നാഷണൽ ഹൈവേയുടെ പണി നടക്കുക കാരണം ഇതിൻ്റെ പാലങ്ങളിൽ നിറയെ കോൺക്രീറ്റ്, കമ്പി, ഫ്ലെക്സ് ഈ വക സാധനങ്ങൾ നിറഞ്ഞ് വെള്ളം പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് നിഷ്പ്രയാസം നീക്കിത്തരാവുന്നുള്ളൂ. JCB ഉപയോഗിച്ച് നീക്കിത്തരാം. ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. ഒരു കാലത്തും വെള്ളം പൊന്താത്ത സ്ഥലമാണ്. അവിടെ ഇപ്പോൾ കൊല്ലം തോറും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് വെള്ളം ഒഴുകണം. ഇതിപ്പോൾ വെള്ളം ഒഴുക്ക് ഇങ്ങോട്ടായി തുടങ്ങി, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായി. കാരണം ഇത്തരം ബ്ലോക്കുകൾ വന്നുകൊണ്ട് വെള്ളം ഇവിടെ നിറയുകയാണ്. അതിന് പുറമെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടറിയാം. ഈ ഭാഗത്ത് എൻ്റെ റൈറ്റ് സൈഡിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക. പഞ്ചായത്തിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും ഒരു നിർദ്ദേശമുണ്ട്, വെള്ളം ഒരു സ്ഥലത്തും കെട്ടിക്കിടക്കാൻ പാടില്ല. കെട്ടിക്കിടന്നാൽ കൊതുക് പെരുകും. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടിലാകുന്ന ദേശീയപാതയോട് ചേർന്ന പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ളവർ മഴ കനത്താൽ വെള്ളപ്പൊക്ക ഭീതിയിലാകും. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ കനക്കുന്നതിന് മുൻപ് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അളഗപ്പനഗർ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് വ്യാപാരികൾ. ചെറിയ മഴയിൽ തന്നെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന അമ്പല്ലൂർ ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനങ്ങളും ഇതിനോട് ചേർന്ന വീടുകളുമൊക്കെ തന്നെ മഴ കനക്കുന്നതോടെ ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. നേരത്തെ അമ്പല്ലൂർ പാടം മണ്ണിട്ട് നികത്തിയ ഇപ്പോഴത്തെ ജോർജ് ടൗണിൽ വെള്ളം ഒഴുകാനും അധിക ജലം നിലനിർത്താനും സ്ഥാപിച്ചിട്ടുള്ള ദേശീയപാതയ്ക്ക് കുറുകെ സ്ഥാപിച്ചിട്ടുള്ള ഈ തോടുകളെല്ലാം തന്നെ നികന്ന നിലയിലാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും ഒപ്പം തന്നെ ഈ വലിയ ഫ്ലക്സ് ബോർഡിൽ നിന്നുള്ള വലിയ ഫ്ലക്സുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ ഈ തോടിൽ വന്നടിഞ്ഞ് തോടിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ച നിലയിലാണ്. ഇത് എത്രയും വേഗം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ തോട് വൃത്തിയാക്കാനും വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കാനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃക്കൂർ പഞ്ചായത്ത് 9-ാം വാർഡിൽ പ്ലാവിൻകുന്ന് കനാൽ ബണ്ട് റോഡ് തകർന്ന് ചെളിക്കുളമായി മാറി. നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം. ചെറിയ മഴയിൽ തന്നെ ചെളിക്കുളമായ പ്ലാവിൻകുന്ന് കനാൽ ബണ്ട് റോഡിലൂടെ എങ്ങനെ പോകുമെന്ന് നിശ്ചയമില്ലാതെ പ്രതിസന്ധിയിലാണ് നാട്ടുകാർ. 500 മീറ്ററോളം വരുന്ന ഈ പാത ഇപ്പോൾ ചെളിക്കുളമായി മാറി. ഇറിഗേഷൻ കനാലിനോട് ചേർന്ന ഈ മൺപാതയിലൂടെ തടി കയറ്റിയ വലിയ വാഹനങ്ങൾ കടന്നുപോയതോടെയാണ് ഇത്തരത്തിൽ സഞ്ചാര സൗകര്യം ഇല്ലാതായത്. റോഡിന്റെ രണ്ടറ്റത്തുമായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് യൂണിയൻ വഴി ഭരത റോഡുകളെ ബന്ധിപ്പിച്ചുള്ള യാത്രയ്ക്ക് ഏറെ സൗകര്യപ്രദമായ പാത സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് വലിയ ആശ്രയമായിരുന്നു. റോഡ് ടാർ ചെയ്ത് നവീകരിക്കുമെന്ന് ഏറെ നാളായി പറയുന്നുണ്ടെങ്കിലും നടപടികൾ എങ്ങും എത്തിയില്ല. യൂണിയൻ വഴിയോട് ചേർന്നുള്ള 77 മീറ്ററോളം റോഡ് നവീകരിക്കുന്നതിന് നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ സംഗീത ദിവാകരൻ പറഞ്ഞു. പ്ലാവിൻകുന്ന് കനാൽ ബണ്ട് റോഡ് അടിയന്തരമായി നവീകരിക്കേണ്ടത് ആവശ്യമാണെന്നും ഇറിഗേഷൻ വകുപ്പിന് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയതായും വാർഡ് മെമ്പർ പറഞ്ഞു. ഈ പ്ലാവിൻകുന്ന് കനാൽ ബണ്ട് റോഡ് ഒരു 10-12ഓളം വീട്ടുകാർക്ക് അത്യാവശ്യമുള്ള റോഡാണ്. അത് അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ, ഒരു അസുഖമുള്ള ഒരാളെ വണ്ടിയിൽ കൊണ്ടുപോകാനായാലും ഈ റോഡ് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ബൈക്കും ഒരു കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, പഞ്ചായത്തിനുണ്ട്. ഇപ്പോൾ മരങ്ങൾ മുറിച്ച് വലിയ വണ്ടി പോയിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായത്. അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക്. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിലായത് മരങ്ങൾ മുറിച്ച്, ഇപ്പോൾ പ്രൈവറ്റ് ആളുകളുടെ മരങ്ങൾ മുറിച്ച് വണ്ടി പോയിട്ടാണ്.
ഇത് എന്താ പറയുക, ഇറിഗേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറിഗേഷൻകാർ ഇതിനായിട്ട് ഒരു ഫണ്ട് തരില്ല. പഞ്ചായത്തിന് അറിയാലോ, തനത് ഫണ്ട് വളരെ കുറവാണ്. അപ്പോൾ ഇറിഗേഷൻകാരുടെ NOC കിട്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സ്ഥലം, ഒരു 77 മീറ്ററിന് GSP ഇട്ടുണ്ട്. അതിൻ്റെ ടാറിങ് അടുത്ത് തന്നെ കഴിക്കും. ഇനിയുള്ള ഇതിന് അവരുടെ NOC കിട്ടുക. NOC കിട്ടുക മാത്രമല്ല, ഇറിഗേഷൻകാർ അതിന് എന്തെങ്കിലും ഒരു ഫണ്ട് തന്ന് ഈ കനാൽ ബണ്ട് റോഡുകൾ, കുറച്ച് റോഡുകളെങ്കിലും നന്നാക്കാനുള്ളൊരു നടപടി അവരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അവസ്ഥയിൽ. റോഡ് കണ്ട് തോടാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ആശ്ചര്യപ്പെടാനില്ല. മഴയെ തുടർന്ന് വെള്ളക്കെട്ട് കൂടി രൂപപ്പെട്ടതോടെ കാൽനട യാത്ര പോലും ഇതിലൂടെ സാധ്യമല്ലാതായിരിക്കുകയാണ്. താൽക്കാലികമായി ക്വാറി വേസ്റ്റ് നിരത്തിയെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. തൃക്കൂർ പഞ്ചായത്ത് 9-ാം വാർഡിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് കിടക്കുന്ന പ്ലാവിൻകുന്ന് കനാൽ ബണ്ട് റോഡിൻ്റെ ദുരവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ചെളി നിറഞ്ഞ ഈ വഴിയിലൂടെ കാൽനട യാത്ര പോലും അസാധ്യമായ സ്ഥിതിയിലാണ്. നിരവധി വീട്ടുകാർക്ക് ആശ്രയമായ ഈ റോഡ് നവീകരിക്കണമെന്ന് പഞ്ചായത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ഇറിഗേഷൻ്റെ അധീനതയിലുള്ള ഈ സ്ഥലം വിട്ടുകിട്ടാത്തതാണ് തടസ്സമായി നിൽക്കുന്നത്. ഏതായാലും നിരവധി വീട്ടുകാർക്ക് ആശ്രയമായ ഈ റോഡ് നവീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റു വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാർ ബൈക്കിലിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. ആദൂർ കാരേങ്ങൽ മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശി 20 വയസ്സുള്ള സിയ മൈമൂന ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് സഞ്ചരിച്ച് എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇവർ തെറിച്ചു വീണു. തുടയെല്ല് തകർന്ന ഹാഷിം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഹാഷിമിന്റെ കാൽ ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റിയിരുന്നു. സിയ മൈമൂനയുടെ കൈകാലുകളുടെ എല്ലുകൾക്കും ഇടുപ്പെല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. 2 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. എരുമപ്പെട്ടിയിലെ ഭാര്യ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അടുത്ത ദിവസം ദുബായിലേക്ക് ജോലിക്ക് പോകാനിരിക്കുകയായിരുന്നു ഹാഷിം. സ്വതന്ത്ര ട്രേഡ് യൂണിയനായി പ്രവർത്തിക്കുന്ന കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി E.O. ജോണി, സംസ്ഥാന ട്രഷറർ P.V. തമ്പി, C.V. രാജു, K.B. മണിലാൽ, V. വിനീഷ് കുമാർ, R. ജയൻ, P.L. ആന്റണി, K. ജയദേവൻ, R. അണ്ണാദുരൈ, C.T. വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. പതാക ഉയർത്തൽ, ടൗൺ ചുറ്റി പ്രകടനം, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ 85ാം ചരമവാർഷിക ദിനത്തിൽ കർഷക തൊഴിലാളി ഫെഡറേഷൻ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയും AIDRM മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. BKMU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. AIDRM മണ്ഡലം പ്രസിഡന്റ് PC സാജു അധ്യക്ഷനായിരുന്നു. CPI അളഗപ്പ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ്, ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി VK അനീഷ്, BKMU മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനന്ദ ശശി, വട്ടനാത്ര സഹകരണ സംഘം പ്രസിഡന്റ് CB സുരേഷ്, BKMU അളഗപ്പ വെസ്റ്റ് മേഖലാ കമ്മിറ്റി സെക്രട്ടറി KV പ്രവീൺ, MP അരുൺ എന്നിവർ സംസാരിച്ചു. പശ്ചിമേഷ്യൻ സമാധാന കരാർ നിലവിൽ വന്നതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് ക്രൂഡ് ഓയിൽ വില തിരിച്ചെത്തുകയാണ്. WTI ക്രൂഡ് ഓയിൽ ബാരലിന് $75 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $78 ഇന്നത്തെ വില. യുദ്ധം രൂക്ഷമായിരുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്ന് $114 വരെ എത്തിയിരുന്നു. യുദ്ധത്തിന് തൊട്ടു മുൻപ് കഴിഞ്ഞ ഫെബ്രുവരി അവസാനം ബ്രന്റ് ക്രൂഡ് ഓയിലിന് $73 ആയിരുന്നു വില. ഈ ആഴ്ച തന്നെ വില ഫെബ്രുവരിയിലേക്കാൾ താഴ്ന്നേക്കും എന്നാണ് സൂചന. ഉയർന്ന ക്രൂഡ് വിലയുടെ പേരിൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില 8 രൂപയിലേറെ കൂട്ടിയിരുന്നു. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി.
അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി. ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രം. പദ്ധതിയെ രാഷ്ട്രീയ വിവാദമാക്കാതെ കുട്ടികളുടെ ഭാവിയുടെ കണ്ണിലൂടെ കാണണമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നടപടികളെ സ്വാഗതം ചെയ്ത സുരേഷ് ഗോപി വിദ്യാഭ്യാസ മേഖലയ്ക്ക് പദ്ധതി ഗുണകരമാകുമെന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ BJP ഗവൺമെന്റിനോ അല്ല, ഇത് ഒരു ദേശീയ നയം പ്രഖ്യാപിച്ചു. അത് മിക്കവാറും സംസ്ഥാനങ്ങളിലെല്ലാം അത് നടപ്പിലായി. ഇവിടെയും അത് ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്ന വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ ഇതൊന്നും ബാധിക്കും. ആ തരത്തിൽ മുഖ്യമന്ത്രി ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്, നല്ല കാര്യം. ഈ PM ശ്രീ പദ്ധതി LDFന്റെ കാലത്ത് ഒപ്പിട്ട അതാണ് അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ വകുപ്പുമല്ല. പക്ഷെ ഞാൻ പറയുന്നു, ഈ ഒപ്പിട്ടു ഒപ്പിട്ടില്ല, ഓൾറെഡി ഇത് തുടങ്ങിക്കഴിഞ്ഞു, എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അവർ തങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെങ്കിലും അവർ തങ്ങളിൽ അത്. എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ തണ്ടറിനോടനുബന്ധിച്ച് നടന്ന പരിശോധനയുടെ ഭാഗമായി തൃശൂർ നഗരമധ്യത്തിൽ നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. മിഷൻ ക്വാർട്ടേഴ്സ് സെമിത്തേരി റോഡിൽ സെമിത്തേരി മതിലിനോട് ചേർന്ന് വളർന്നു നിന്നിരുന്ന 5 കഞ്ചാവ് ചെടികളാണ് എക്സൈസ് സംഘം റെയ്ഡിൽ പിടിച്ചെടുത്തത്. 10 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ചെടികളാണ് ഇവ. പൊതുസ്ഥലത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയ സംഭവത്തിൽ എക്സൈസ് വകുപ്പ് NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടികൾ നട്ടുപിടിപ്പിച്ചതാണോ അതോ സ്വാഭാവികമായി മുളച്ചു പൊന്തിയതാണോ എന്ന കാര്യത്തിൽ എക്സൈസ് സംഘം അന്വേഷണം നടത്തിവരികയാണ്. തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, NR രാജു, പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ, സിവിൽ എക്സൈസ് ഓഫീസർ ധനുഷ് കൃഷ്ണ എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകി കഞ്ചാവ് ചെടികൾ കസ്റ്റഡിയിലെടുത്തത്. വരും ദിവസങ്ങളിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ഇനി മറ്റു ചില വാർത്തകൾ നോക്കാം. കൊടകരയിൽ റൂമിൽ വൈകിയെത്തിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഒഡീഷ സ്വദേശിയായ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ സഹപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. ഒഡീഷ ഗഞ്ചം ജില്ല താലിയംപുലി സ്വദേശിയായ നാരായണൻ നഹക് എന്നയാൾക്കാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സഹപ്രവർത്തകനും ഒഡീഷ ഗഞ്ചം ജില്ല ഘോഡാപാലി സ്വദേശിയുമായ തൂഫാൻ നായിക്കിനെ അറസ്റ്റ് ചെയ്തു. കൊടകരയിലെ JJP ഹയറിംഗ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇരുവരും. ഇവർ സ്ഥാപനത്തിനടുത്ത് തന്നെയുള്ള മുറിയിലാണ് താമസിച്ചിരുന്നത്. പ്രതിയായ തൂഫാൻ നായിക് രാത്രി വൈകി മുറിയിലെത്തുന്നത് നാരായണൻ നഹക് ചോദ്യം ചെയ്തിരുന്നു. ഇതിലുള്ള മുൻവൈരാഗ്യം കാരണമാണ് ആക്രമണം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ നാരായണൻ നഹക് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം 11:30 താമസ സ്ഥലത്തിന് പുറത്തുവെച്ച ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടാകുകയും നാരായണൻ നഹക്കിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തൂഫാൻ നായിക് പൊട്ടിയ ബിയർ കുപ്പിയെടുത്ത് കഴുത്തിൽ കുത്തുകയുമായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ്റെ നിർദ്ദേശപ്രകാരം കൊടകര പോലീസ് സ്റ്റേഷൻ SI രാധാകൃഷ്ണൻ, GASIമാരായ ഗോകുലൻ, ഷിജു, GSCPOമാരായ രജീഷ്, സജീഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുപ്രസിദ്ധ ഗുണ്ട കണ്ടാരൻ രാജു അറസ്റ്റിൽ. കാപ്പ നിയമപ്രകാരമുള്ള സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിനാണ് നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ കല്ലേറ്റുംകര വടക്കുമുറി സ്വദേശി വടക്കേടത്ത് വീട്ടിൽ കണ്ടാരൻ രാജുവിനെ അറസ്റ്റ് ചെയ്തത്. നിരന്തരം പൊതുസമാധാനത്തിന് ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് 2025 ജൂലൈ 12 മുതൽ കാപ്പ നിയമപ്രകാരം 1 വർഷക്കാലത്തേക്ക് ഇയാളെ തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാടുകടത്തിയിരുന്നു. തുടർന്ന് ഇയാൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. കാപ്പ നിയമപ്രകാരമുള്ള സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ച് ഇയാൾ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്നേലിയിൽ എത്തിയതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീന് രഹസ്യവിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാജു ചാലക്കുടി, ആളൂർ, കൊടകര, വയനാട്, കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും വീട് കയറി ആക്രമണം നടത്തി സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ 2 കേസിലും 3 അടിപിടി കേസിലുമടക്കം 9 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI വിശാഖ, ആളൂർ പോലീസ് സ്റ്റേഷൻ SI മനു പി ചെറിയാൻ,
GSI കൃഷ്ണൻ, SCPO ജിജോ, CPO രംഗേഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്ത സംഭവത്തിൽ കണ്ടക്ടർ രാമദാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ടക്ടർക്ക് ബോധവൽക്കരണം നൽകാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലേക്ക് കണ്ടക്ടറെ വിളിച്ചുവരുത്തി വിശദീകരണം കേട്ട ശേഷമാണ് നടപടി. വടക്കാഞ്ചേരിയിൽ കൈകൂപ്പി പറഞ്ഞിട്ടും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തുകയായിരുന്നു ബസ് കണ്ടക്ടർ. ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ കണ്ടക്ടറുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയെടുക്കുകയായിരുന്നു. പ്രതിഷേധമുയർത്തി വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്കൂൾ വിട്ട് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ നിന്ന ക്ലീലിയ സ്കൂളിലെ സിയാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്വകാര്യ ബസ് കണ്ടക്ടറിൽ നിന്നും ഈ അപമാനം ഏൽക്കേണ്ടി വന്നത്. വിദ്യാർത്ഥി കൺസെഷൻ നിരക്കായതിനാൽ കുറച്ചുപേരെ മാത്രം കൊണ്ടുപോകാൻ കഴിയൂ എന്നായിരുന്നു കണ്ടക്ടറുടെ നിലപാട്. വീട്ടിലെത്താൻ വൈകുമെന്നതിനാൽ സഹായിക്കണമെന്ന് കുട്ടി കൈകൂപ്പി പറഞ്ഞിട്ടും കണ്ടക്ടർ വഴങ്ങിയില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജില്ലാ ഭരണകൂടവും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇടപെട്ടു. ബസ് കണ്ടക്ടറെ വിളിച്ചുവരുത്തി ലൈസൻസ് പിടിച്ചുവെച്ചിരുന്നു. ഓർക്കിഡ് സ്പെൽബി നാഷണൽ കോൺടെസ്റ്റ് 2025-26 മത്സരത്തിൽ പുതുക്കാട് മേരിമാത ICSE സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിച്ചു. ദേശീയ തലത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ കാറ്റഗറി 3 വിഭാഗത്തിൽ പങ്കെടുത്ത ഷനായ ശ്രീജേഷ് ദേശീയ തലത്തിൽ ടോപ്പ് 10 നാഷണൽ ഫൈനലിസ്റ്റ് അംഗീകാരവും, കാറ്റഗറി 5 വിഭാഗത്തിൽ മത്സരിച്ച NS മീനാക്ഷി ടോപ്പ് 20 സ്ഥാനവും നാഷണൽ ഫൈനലിസ്റ്റ് ബഹുമതിയും കരസ്ഥമാക്കി. സിനിമാ സംവിധായകൻ പ്രിയനന്ദനന്റെ സിനിമാ ജീവിതത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 9:30 ഒല്ലൂർ ജോൺ അക്കര ഓഡിറ്റോറിയത്തിൽ പ്രിയ സൗഹൃദം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ അഗസ്റ്റിൻ കുട്ടനെല്ലൂർ പ്രിയ സൗഹൃദത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഒല്ലൂർ വൈലോപ്പിള്ളി GVHSS പ്രിൻസിപ്പൽ AV വിജന അധ്യക്ഷയായും തുടർന്ന് പ്രിയനന്ദനൻ ഒരുക്കിയ വൈലോപ്പിള്ളി ഒരു കാവ്യ ജീവിതം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കവി PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൗൺസിലർ പോളി ജോസ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര താരങ്ങളായ ഇർഷാദ്, സുനിൽ സുഗത, നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ, പ്രിയനന്ദനൻ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ പോളി ജോസ്, AA ജോസ്, സന്ദീപ് സഹദേവൻ, MC തൈക്കാട്, പ്രിൻസൻ അവണിശ്ശേരി എന്നിവർ പങ്കെടുത്തു. എന്തായാലും ഒല്ലൂരിന്റെ ഒരു രീതിയിലാണ് ഇപ്പൊ ചെയ്യുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ ഇത്തരം ആദരവുകൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ ഏറ്റവും അവസാനം ഇപ്പോ ഈ ചങ്ങമ്പുഴയെ കുറിച്ച് ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അത് ഫഹദ് ഫാസിലാണ് അതിന്റെ മെയിൻ നടൻ. അപ്പം അതില് മറ്റേ കുറെ നമ്മുടെ സാംസ്കാരിക രംഗത്തെ മാത്രമല്ല കാവ്യ രംഗത്തെ ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു സിനിമയാണ്. അത് കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ടുള്ള സിനിമയാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമാ ജീവിതത്തിൽ നല്ല രാഷ്ട്രീയം പറയാൻ ഉപയോഗിച്ച ആ മാധ്യമം ഉപയോഗിച്ചു തുടങ്ങിയിട്ട് 25 വർഷങ്ങൾ തന്നെയാണ്. നെത്തുകാരനെ പോലെയുള്ള അതിൽ അഭിനയിച്ച ആളുകൾ കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ജന്മനാട് എന്ന രീതിയിൽ ഒല്ലൂരിലെ പ്രാന്തപ്രദേശത്ത് വല്ലച്ചിറയിലുള്ള ആൾ, ഒല്ലൂരിലെ ഒരു സാംസ്കാരിക കൂട്ടായ്മ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ആദരവ് കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച ആദ്യമേ ഒരു സാംസ്കാരിക പരിപാടിയോടുകൂടി രാവിലെ തുടങ്ങും. അദ്ദേഹം തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി, ശേഷം 4 സിനിമകളുടെ പ്രദർശനം, വൈകിട്ടുള്ള സാംസ്കാരിക പരിപാടി. അതിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതത്തിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത നടന്മാരും ചലച്ചിത്ര പ്രവർത്തകരും മുഴുവൻ ആളുകളും ഈ ദിവസം ഒല്ലൂരിൽ എത്തിച്ചേരുന്നു എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ട്. കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള പ്രിയനന്ദനൻ്റെ നെയ്ത്തുകാരൻ എന്ന സിനിമയുടെ 25ാം വർഷമാണ്. ആ വർഷമാണ് എന്നുള്ളത് അടയാളപ്പെടുത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ പ്രിയനന്ദനന് സ്വന്തം നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ആദരവ് സംഘടിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യവുമായിട്ടാണ് ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മ എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അത് ഒല്ലൂരിൻ്റെ തന്നെ ഏറ്റവും പഴയ തിയേറ്ററായിരുന്ന ജോൺ അക്കര ഹാളിലാണ്
നമ്മുടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മുഴുവൻ ദിന ചലച്ചിത്ര പ്രദർശനമാണ് നടത്തുന്നത്. അത് മുഴുവനും പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയിൽ തുടങ്ങി പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത 4 സിനിമകളും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പരിപാടി നടക്കുന്നത്. ഗോപികൃഷ്ണനാണ് അതിൻ്റെ മുഖ്യ എന്താ പറയുക ഉദ്ഘാടകനായിട്ടും പ്രഭാഷകനായിട്ടും എത്തുന്നത്. അതിനോടൊപ്പം പ്രശസ്ത സിനിമാ നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല സിനിമാ നടന്മാരും പ്രശസ്തരായിട്ടുള്ള സിനിമാ പ്രവർത്തകരും സംവിധായകരും ഛായാഗ്രാഹകരും ഒക്കെ ആ പരിപാടിയുടെ ഭാഗമായി എത്തുന്നുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ നഗറിലെ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർ, ഗസ്റ്റ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എന്നീ വിഭാഗങ്ങളിൽ ഓരോ ഗസ്റ്റ് ലെക്ചറർ ഒഴിവുകളും ഒരു ഗസ്റ്റ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് തസ്തികയിലുമാണ് ഒഴിവുള്ളത്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിടെക്, BE, MTech, ME ആണ് യോഗ്യത. AICTE നിർദ്ദേശിച്ചിട്ടുള്ള മറ്റ് യോഗ്യതകളും ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 23 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ്, ബയോഡാറ്റ എന്നിവ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകണം. അന്നേ ദിവസം നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയും തുടർന്ന് നടക്കുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർ 8547083631 എന്ന നമ്പറിലും, മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് തസ്തികയിൽ അപേക്ഷിക്കുന്നവർ 9446073450 എന്ന നമ്പറിലും, സിവിൽ വിഭാഗക്കാർ 9633760885 എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടുക. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ജൂൺ 23 പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അഭിമുഖം. എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായപരിധി 40 വയസ്സാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. അഭിമുഖം രാവിലെ 11 നടത്തും. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് ഡയാലിസിസ് ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. സമയം ഉച്ചയ്ക്ക് 12. ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി അല്ലെങ്കിൽ VHSC, ECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജി യോഗ്യതയുള്ളവർക്ക് ഉച്ചയ്ക്ക് 2 നടത്തുന്ന ECG ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ഹാജരാകണം. ഫോൺ 048027512232. ഇമെയിൽ chopudukad@gmail.com. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,705 രൂപ, പവന് 1,09,640 രൂപ. ചെങ്ങന്നൂർ രണ്ടാംകല്ല് കൂനൻ റാഫേൽ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലൂസിയാണ് ഭാര്യ. റിൻസൺ, ലിൻസൺ എന്നിവർ മക്കളും. റിൻസി, ആഷ മരിയ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല. അരിമ്പൂരിൽ ദമ്പതികൾക്ക് രോഗബാധ. അമ്പല്ലൂർ ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവർട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞു. പ്രദേശം വെള്ളക്കെട്ട് ഭീഷണിയിൽ. എരുമപ്പെട്ടിയിൽ കാർ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. ഒപ്പം സഞ്ചരിച്ചിരുന്ന ഭാര്യയ്ക്ക് പരിക്ക്.
തൃക്കൂർ പഞ്ചായത്ത് പ്ലാവിൻകുന്ന് കനാൽ ബണ്ട് റോഡ് തകർന്ന് ചെളിക്കുളമായി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.